നിപ്പ, ഷിഗല്ല ബാധയടക്കം പകർച്ചവ്യാധി പ്രതിരോധം കൈകാര്യം ചെയ്യുന്ന സർക്കാർ ശൈലിക്കെതിരെ വിമർശനവുമായി മുൻ ആരോഗ്യമന്ത്രിമാരായ വീണ ജോർജും കെ ശൈലജയും രംഗത്ത് വന്നു. സർക്കാരിന്റെ ആശയക്കുഴപ്പം രോഗവ്യാപനം തടയുന്നതിൽ തടസ്സമാകരുത് എന്ന് വീണ ജോർജ് പറഞ്ഞു. ഇടതു സർക്കാരിനോട് അന്നത്തെ പ്രതിപക്ഷം ചെയ്തതുപോലെ ഇപ്പോഴത്തെ സർക്കാരിനോട് ഇടതുപക്ഷം ചെയ്യില്ല. ആരോഗ്യമന്ത്രി ശാസ്ത്രീയമായി വേണം കാര്യങ്ങൾ പറയാനെന്ന് കെ ശൈലജയും പറഞ്ഞു. കോഴിക്കോട്ടെ നിപ്പ ബാധയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി ഈവനിംഗ് മലയാളവും സമാപിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിന്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സോക്കർ ഗാലയിൽ രുചേഷ് രവീന്ദ്രനെത്തും. നമസ്കാരം. നിപ്പ ബാധിതന്റെ പരിശോധനാ റിപ്പോർട്ട് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എത്തിയത് സംബന്ധിച്ച് ഇന്നലെ ആരോഗ്യമന്ത്രിയും കോഴിക്കോട് ജില്ലാ കളക്ടറും 2 വിശദീകരണം നൽകിയത് കളക്ടറുടെ പരിചയക്കുറവ് കൊണ്ടാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. പരിശോധനാ റിപ്പോർട്ട് വന്ന വിവരം കളക്ടർ തന്നെ അറിയിക്കാൻ വൈകി. അതിൽ ഒരാശയക്കുഴപ്പത്തിനും അടിസ്ഥാനമില്ല. ആവശ്യമില്ലാതെ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണ്. കാരണം ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ആധികാരികമായ വിവരം കിട്ടിയാൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ. ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് കലക്ടർ മെസ്സേജ് വന്നത്, ഇങ്ങനെ നിപ്പ സ്ഥിരീകരിച്ചു. അതിലൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കലക്ടർക്ക് ഒരു പുതിയ കലക്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയെ അറിയിച്ചിട്ട് വേണം അത് പുറത്ത് പറയാമെന്നുള്ളത് അവർ ഓർത്തില്ല. ഇത്തരം ആശയക്കുഴപ്പങ്ങൾ രോഗവ്യാപനം തടയുന്നതിലും ചികിത്സയ്ക്കും വിഘാതമാകരുതെന്ന് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തെ പകർച്ചവ്യാധികൾക്ക് വിട്ടുകൊടുക്കരുത്. മുൻ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ആശയക്കുഴപ്പത്തിന് സാഹചര്യമില്ലായിരുന്നു. മിനിറ്റുകൾ ഇടവിട്ട് ആശയവിനിമയം നടന്നിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല. അതിലൊരു കാര്യം മാത്രമേ ഉള്ളൂ, അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നുള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം ആ ടൈം ലാഗ് കൊണ്ടോ അല്ലെങ്കിൽ അത്രയും സമയം മാറിയതുകൊണ്ടോ ഈ പ്രോസസ്സിനെ അത് ബാധിക്കാനായിട്ട് പാടില്ല. UDF പ്രതിപക്ഷമായിരുന്നപ്പോൾ അന്നത്തെ സർക്കാരിനോട് ചെയ്തതുപോലെ ഇടതുപക്ഷം ചെയ്യില്ല. അടിയന്തര സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനത്തിൽ വിമർശനമുണ്ട്, എന്നാൽ ഇപ്പോൾ അത് പറയുന്നില്ല. ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ആ പൊതുജനാരോഗ്യ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പും സർക്കാരും അതിലിടപെട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ, കേരളം ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രതിരോധിക്കാം. കാരണം നിസ്സഹായരായി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഇന്ന് പിന്തുടരുന്ന ചികിത്സാ പ്രോട്ടോകോൾ 2023 കേരളം ഉണ്ടാക്കിയതാണ്. അതിന് അനിവാര്യമായ മരുന്നായ റെഡിംസീവർ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം. ഡെങ്കിപ്പനി കേസുകളിലെ വർധന അപകട സൂചനയാണ്. ജാഗ്രതയില്ലെങ്കിൽ മരണനിരക്ക് ഉയരും. നിലവിലെ ആരോഗ്യമന്ത്രി നേരത്തെ നടത്തിയ പ്രസ്താവനകളിലെ ശരിതെറ്റുകൾ കാലം തെളിയിക്കുമെന്നും വീണ ജോർജ്. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ശാസ്ത്രീയമായി വേണം കാര്യങ്ങൾ പറയാനെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ഏതാണ് ഭരണമെന്നോ ഏത് പാർട്ടിയുടെ മന്ത്രിയാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല ഈ പകർച്ചവ്യാധികളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം പറയുമ്പോൾ സത്യസന്ധമായും ശാസ്ത്രീയമായിട്ടും, ഇത് ശാസ്ത്രയുഗമാണ്. അപ്പോൾ എന്താണ് ഈ കോവിഡ് വൈറസ്, എന്താണ് നിപ്പ വൈറസ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയണം. ഭരിക്കുന്നവരുടെ കഴിവുകേടുകൊണ്ടാണ് നിപ്പ വരുന്നതെന്നും വവ്വാലുകൾ നിപ്പ പരത്തില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മുമ്പ് പറഞ്ഞിരുന്നു. അതെല്ലാം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതാണെന്നും ഇപ്പോൾ കണക്കാക്കേണ്ടതില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ വാക്കുകളോടാണ് കെ ശൈലജയുടെ പ്രതികരണം. എബോള ആഗോള അടിയന്തരാവസ്ഥ അടക്കം പ്രഖ്യാപിച്ച സാഹചര്യത്തിലും കേരളം റെഡിംസീവർ മരുന്നിന്റെ സ്റ്റോക്ക് സൂക്ഷിക്കാത്തതിനെതിരെയും വിമർശനമുയരുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.